ബഹുമാന്യനായ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന സഹപ്രവർത്തകർ കൂടി നയിക്കുന്ന ഈ കേരള യാത്രക്ക് പാലക്കാട് ജില്ലയിൽ നൽകുന്ന മഹത്തായ ഒരു സ്വീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദിയിലാണ്, സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒറ്റപ്പാലത്തിന്റെ വലിപ്പം ഇപ്പോഴാ മനസ്സിലായതെന്നർത്ഥം. ഒറ്റപ്പാലത്ത് പല സമ്മേളനത്തിനും അതുപോലെ തന്നെ പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ഒറ്റപ്പാലത്തിന് ഇത്രയധികം വലിപ്പമുണ്ടെന്ന് മനസ്സിലായില്ല എന്നാണ്. ആ ഒറ്റപ്പാലത്തിന്റെ വലിപ്പം ദൃശ്യമാകുന്ന തരത്തിൽ വളരെ ഭംഗിയായി, മനോഹരമായി, ചിട്ടയായി, അച്ചടക്കത്തോടുകൂടി ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കേരള മുസ്ലിം ജമാഅത്തിനെയും അതിന്റെ പോഷക സംഘടനകളെയും ഈ അവസരത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മഗ്‌രിബ് പങ്കെടുക്കേണ്ട സമയമാവാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രസക്തമായ എന്ന് പറഞ്ഞാൽ പോരാ, മലയാളത്തിൽ അതിനേക്കാൾ വലിയ വാക്ക് പ്രയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അത്രയും പ്രസക്തമായ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള വഴി തുറക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെച്ചത്. മനുഷ്യർക്കൊപ്പം. അല്ലേ? നേരത്തെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞു, നിരവധി അർത്ഥ തലങ്ങൾ അതിനുണ്ട് എന്നർത്ഥം. ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊപ്പം നമ്മൾ നിൽക്കണം. നമ്മൾ പലരും മനുഷ്യർക്കൊപ്പമല്ല. ഈ സമൂഹത്തിനുള്ള ഒരു വലിയ സന്ദേശമാണ് അത് വഴി കൊടുക്കുന്നതെന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനുഷ്യർക്കൊപ്പമാണോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ മനുഷ്യർക്കൊപ്പം അല്ല എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ചില സംഗതികൾ, സംശയങ്ങൾ, നിലപാടുകൾ, സമീപനങ്ങൾ വരുമ്പോഴാണ് സമൂഹത്തെ തിരുത്താൻ, ഭരണാധികാരികളെ തിരുത്താൻ, കൈകാര്യം ചെയ്യുന്നവരെ തിരുത്താൻ നിങ്ങൾ മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കണം, മനുഷ്യർക്കൊപ്പമാകണം എന്ന സന്ദേശമാണ് ഇതിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളതെന്നർത്ഥം. അപ്പൊ ആ നിലയിൽ കേരള സമൂഹത്തിന്റെ അകത്ത് വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ, കേരളത്തിൽ മാത്രമല്ല ഇതുവഴി നമ്മുടെ രാജ്യത്തിന് വലിയ ചലനം സൃഷ്ടിക്കാൻ, ഒരു വേള ലോകത്തിന്റെ പല കോണുകളിലേക്കും ഈ കേരളത്തിൽ നടന്ന സുൽത്താൻ ഉലമയുടെ നേതൃത്വത്തിലുള്ള ഈ സന്ദേശജാഥ, ഈ യാത്ര ഒട്ടേറെ കാര്യങ്ങൾക്ക് മാതൃക സൃഷ്ടിക്കപ്പെട്ട ഈ കേരള സംസ്ഥാനത്ത് മറ്റൊരു മാതൃക കൂടി ഇതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സമൂഹത്തെ തെറ്റിദ്ധരുത്തുന്നതിനും ശരിയായ വഴിക്ക് നയിക്കുന്നതിനും വേണ്ടി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തും സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇനിയും സംഘടിപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ രീതിയിലുള്ള കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ബഹുമാന്യനായ ഈ കേരള യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന ഏറോഡ് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാർ ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ പാലക്കാട് ജില്ലയിലേക്കും ഒറ്റപ്പാലത്തേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടും ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.